ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ എങ്ങനെയാണ് സെലക്ഷൻ ടൂൾസ് ഈ മാഗ്നറ്റിക് ലാസോ തുടങ്ങിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സെലക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫോട്ടോഷോപ്പ് 2020 ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ എന്നുള്ള രീതിയിൽ വന്ന ഒരു സംഭവമാണ് ഒബ്ജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് സെലക്ഷൻ നമുക്കിപ്പോൾ ഇതിൽ 2 ഇമേജസ് ഉണ്ട്. ലെയറിനെ ഞാൻ അൺലോക്ക് എല്ലാം ചെയ്തു. ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഇത്രയും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലെയർ സെലക്ട് ആയി. ഇനി നമുക്ക് അതിനെ മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിലാണോ അതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു ലെയർ ആക്കിയിട്ട് നമ്മൾ ആൾട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു 2 ഇതേപോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മാനുവലായിട്ട് നമ്മളിങ്ങനെ വരഞ്ഞ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ആ ഒരു ലെയറിൽ തന്നെ നമുക്ക് അതിനെ മറ്റൊരു പാർട്ടായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ശരിക്കും ഫോട്ടോഷോപ്പിന്റെ ലേറ്റസ്റ്റ് വേർഷനിൽ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മറ്റൊരു സെലക്ഷൻ വരുന്നത് ക്വിക്ക് സെലക്ഷൻ ആണ്. ക്വിക്ക് സെലക്ഷൻ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് പോകണം വേണ്ടത്. ആ ഒരു ഏരിയ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് ടൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മാനുവലായിട്ട് ഇതേപോലെ ഒരു സെലക്ഷൻ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും. ഈ ഒരു ടൂളിന്റെ പേരാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. സെലക്ഷൻ ആണല്ലോ യൂസ് ചെയ്യുന്നത്. Ctrl D യൂസ് ചെയ്തിട്ട് നമുക്കതിന് സെലക്ഷൻ ഡിസെലക്ട് ചെയ്യാം. നേരത്തെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ദെൻ നമുക്ക് മാജിക് വാൻ ടൂളാണ്. മാജിക് വാൻ ടൂള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ഒരു കളർ ഏരിയനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു കളർ ഏരിയ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു സെയിം കോൺട്രാസ്റ്റ് ഒക്കെ വരുന്ന ഏരിയകൾ വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വരുന്ന രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ ഒരു വൈറ്റ് നന്നായിട്ട് വരുന്ന ഏരിയ കൂളായിട്ട് സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഒറ്റ കണക്ഷൻ ഈ ബ്ലാക്ക് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വന്നു. അപ്പോൾ ഈ ഹെയർ മാത്രം സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലാക്ക് വരുന്ന ഏരിയനെ കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതാണ് ഈ ഒരു 3 ടൂളുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഒബ്ജക്ട് സെലക്ഷൻ, ക്വിക്ക് സെലക്ഷൻ ആൻഡ് മാജിക് വാൻ ടൂൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് Ctrl D കൊടുത്തു. ഞാൻ സെലക്ഷൻ ഡിസെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ ടോട്ടൽ ഇതേപോലെ ക്രോപ്പ് ചെയ്തിട്ട് അതൊരു സിംഗിൾ ഇമേജ് ആക്കി മാറ്റാനോ അല്ലെങ്കിൽ ഒരൊറ്റ ഇമേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിനെ മൂവ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഇതേപോലെ ക്രോപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതാണ് ക്രോപ്പ് ടൂളിന്റെ യൂസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് വാല്യൂ ഒക്കെ കൊടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടൂളും കൂടെ നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമ്മളിത് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്ത പാർട്ട് നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ സ്കെയിലൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ക്ലിയർ ചെയ്ത് നോക്കാം. നമുക്ക് ഇതേപോലെ ക്ലിയർ ചെയ്തു. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഷേപ്പിനെ അത് മറ്റൊരു ഷേപ്പിലേക്ക് നമുക്കത് ക്ലിയർ ചെയ്യാം. നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവ് മോഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Ctrl Z അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഇത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കതിൽ മറ്റൊരു ഫീച്ചറാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെർസ്പെക്റ്റീവിൻ്റെ ഓപ്ഷൻസിൽ നമ്മുടെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. എനിവേ നമ്മളിപ്പോൾ ഇവിടെ ടൂൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പോകുന്നത്. ടൂൾസിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈസ് ടൂളാണ്. സ്ലൈസ് ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇമേജുകളും പാർട്ടാക്കിയിട്ട് അതിനെ കളൗട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാമിങ്ങും അതേപോലെ വെബ്സൈറ്റ് HTML കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് അടക്കമുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഡിവിഷൻസും കാര്യങ്ങളും ആണ് ഇതിൽ സ്ലൈസ് ചെയ്ത് വെക്കാനുള്ളത്. ചിലപ്പോൾ നമുക്ക് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ആക്ഷൻ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനാവശ്യമുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മളതൊരു വെബ് ലേഔട്ടിലേക്ക് മാറ്റി സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ ഇത്തരം കാര്യങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഇതിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ ഈ ഒരു സ്ലൈസ് സെലക്ഷൻ നമുക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള പാർട്ടിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ലൈസ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡിസൈനർക്ക് സെലക്ഷൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ പ്രൈമറി വരുന്ന ടൂൾസ് എന്ന് പറയുന്നതെല്ലാം സെലക്ഷൻ ഗാലറീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ സെലക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പുതിയൊരു ടൂളും കൂടെ ഉണ്ട്. നമുക്ക് എന്താണ് ഫ്രെയിം ടൂൾ, അതായത് Ctrl K ആണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. Ctrl K ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇമേജ് ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് ഞാനിങ്ങനെ വരഞ്ഞെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക്
ഇതിലൊരു സൗകര്യം എന്ന് പറയുന്നത് ഇതിനകത്ത്, അതായത് ഈ ഫ്രെയിമിനകത്ത് നമുക്ക് ആ ഇമേജിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് ഇമേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ചില ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്ര ഏരിയയിൽ മാത്രം ഇമേജ് കാണിച്ചാൽ മതി, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് അതിനെ ഇമേജിന്റെ ഏരിയ നമുക്ക് ഇതേപോലെ എൻലാർജ് ചെയ്ത് ഇത്ര ഏരിയയിൽ ഇമേജ് കാണിക്കണം, ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തിൽ ഇമേജ് കാണണ്ട, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇമേജിനെ ഇതേപോലെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനെ എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഇമേജിനെ സെപ്പറേറ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് ഹൈറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു ഫ്രെയിമാണ്. ആക്ച്വലി നമ്മളൊരു ഇമേജിനെ ആഡ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം മാത്രമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ചും ഒരു ബ്രോഷർ പ്രോസ്പെക്ടസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോസ്പെക്ടസും കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഇവിടെ ഫ്രെയിം ടൂൾ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഐ ഡ്രോപ്പർ ടൂള്, അതേപോലെ തന്നെ 3D മെറ്റീരിയൽസ് ഐ ഡ്രോപ്പർ, കളർ സാമ്പിൾ, റൂളർ, നോട്ട് ടൂൾസ്, കൗണ്ട് ടൂൾ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഈ സെലക്ഷൻ ടൂൾസിൻ്റെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ സെലക്ട് ചെയ്യാൻ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.